നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. വിഷുഫലത്തിലേക്ക് നമുക്ക് കിടക്കാം. അത്തം നക്ഷത്രം. ഈ വർഷത്തെ വിഷുഫല ചിന്തനയിൽ അത്തം നക്ഷത്രക്കാർ അന്ത്യഷൾക്കത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷുഫലം ഇവർക്ക് ഗുണകരമാണ്. രാജകൃപയും ജനബഹുമാനാദികളും ഫലമാണ്. എങ്കിലും ചാരവശാൽ കണ്ടകശനിയും വ്യാഴപ്പിഴയും ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധയും വേണ്ടതായുണ്ട്. പ്രതിബന്ധങ്ങൾ വന്നു ചേരുമെങ്കിൽ കൂടിയും ബുദ്ധിപരമായിരിക്കുന്ന നീക്കങ്ങളിലൂടെ അതിനെയെല്ലാം തന്നെ മറികടന്ന് നേട്ടങ്ങൾ കൊയ്യുവാനും കഴിയുന്നതാണ്. ധനാർജനത്തിനും സന്താനങ്ങളുടെ ശ്രേയസ്സിനും മുൻപത്തേക്കാൾ അധികം പ്രാധാന്യം നൽകുന്നതാണ്. നിശ്ചയിച്ച പല കാര്യങ്ങളും ഭംഗിയായി നിറവേറ്റുക നിമിത്തമായിട്ട് ആത്മവിശ്വാസം വർദ്ധിക്കും. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തുള്ള വ്യക്തികൾക്ക് ഉന്നത പഠനത്തിന് അവസരങ്ങൾ ലഭിക്കുന്നതാണ്. പങ്കാളികൾക്കിടയിലും വിയോജിപ്പിന് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ മുൻകോപം നിയന്ത്രിക്കണം. സ്വന്തം കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ധർമാധർമ്മ വിവേചനമില്ലാതെ പ്രവർത്തിക്കുവാനും ഇടയുണ്ട്. മുൻകാല ചെയ്തികളുടെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നിക്കും. അനാവശ്യമായിരിക്കുന്ന മത്സരങ്ങളിൽ നിന്നും വാഗ്വാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജലജന്യ രോഗങ്ങളാലോ വൈറസ് സംബന്ധമായിരിക്കുന്ന അസുഖങ്ങളാലോ ബുദ്ധിമുട്ടുകളും അനുഭവമായേക്കാം. ഒരു പക്ഷേ ആശുപത്രിവാസവും വേണ്ടിവരാം. സാമ്പത്തികമായുള്ള ക്രമക്കേടുകൾക്ക് സാധ്യത കാണുന്നത് കൊണ്ട് തന്നെ ഇടപാടുകളിൽ കണിശത പുലർത്തേണ്ടതാണ്. ദോഷപരിഹാരാർത്ഥമായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപായസം വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും പുരുഷസൂക്ത യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ്. എല്ലാവർക്കും നന്മ വരുത്തുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.